മാമലകൾ 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 കിള്ളിയാറ് ചിലങ്ക ചിലമ്പനങ്ങി ചിരിയിൽ വളകൾ കിലുങ്കി മൊഴിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി നീ പാടിവാ ഏഴാം മാളിക മേലെ ഏതോ കാമിനി പോലെ ഏഴാം മാളിക മേലെ ഏതോ കാമിനി പോലെ പ്രണയ കവിത പാടുന്നു വാനം താഴെ ഏതോ സുഖദലഹരി നുകരുന്ന ഭൂമിക്കോ പുളി. ശ്രീകുമാരൻ തമ്പി സാറ് അതിനുശേഷം വില്ലൻ വേഷങ്ങളാന്ന് പറഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറ് ജയനോട് ഭയങ്കര ബന്ധമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സ്വപ്നം കെ സുരേന്ദ്രൻ നോവലിനെ ബേസ് ചെയ്തെടുത്തപ്പോൾ സുകുമാരനും ഒക്കെ ഉണ്ട്. ആ സിനിമയിലെ റോള് ഒരു സ്വാമിയുടെ റോളാണ്. അദ്ദേഹം കനകദുർഗയെ പ്രേമിക്കുകയും ആ കല്യാണം നടക്കാത്തതുകൊണ്ട് സന്യാസിയായിട്ട് മറിഞ്ഞത് വളരെ സ്വാഭാവികം. അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറായിരുന്നു. അപ്പോൾ വില്ലൻ ഇമേജിൽ നിന്ന് ശ്രീകുമാരൻ തമ്പി സാറ് ഒരു പ്രത്യേകതരം നായക കഥാപാത്രത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അപ്പോൾ ഏത് തരം റോളും ചെയ്യാമെന്ന് ഈ സ്വാമിയിലൂടെയും പിന്നെ ശരവഞ്ചരത്തിലൂടെയും അങ്ങാടിയിലൂടെയും ജയൻ തെളിയിച്ചു. മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. ശ്രീപദം വിടർന്ന സരസേരുഹത്തിൽ ശ്രീപദം വിടർന്ന സരസേരുഹത്തിൽ പനിരി പനി സഗരി നി സനി ഗപ സഗരി നിരി പഗപനി പനി സനി സരി പഗ സഗരി നി. അനുകമ്പയുടെ ഒരു കണിക പോലും എന്നോടില്ലേ? കളിപ്പാട്ടം കിട്ടാത്ത കുട്ടിയെ പോലെ ചുണ്ടിപ്പിക്കരുത്. കൗസല്യേ, നിങ്ങൾ നല്ല അമ്മയാണ്. എങ്കിലും മകളുടെ ഭാവി അമ്മ വാർത്തെടുത്ത് തന്നെയാകണം എന്ന് നിർബന്ധം പിടിക്കരുത്. പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി ഒരു സ്വരം മാത്രം കാതിൽ. പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ തന്നെ പുതിയ വെളിച്ചം, ഇടിമുഴക്കം, ഒരുപാട് സിനിമകളിൽ അദ്ദേഹം തമ്പി സാറ് ജയനും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമാണ്. അവര് തമ്പി സാറിനേക്കാൾ മൂത്താണെങ്കിലും തമ്പി ചേട്ടാന്നെ വിളിക്കും, ബഹുമാനം കൊണ്ട് അങ്ങനെ വിളിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പറയും എനിക്ക് എന്നെ കഥാപാത്രം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ തമ്പി സാർ അതിനു വേണ്ടിയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഐ വി ശശിയുടെയും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെയും ഒക്കെ കഥാപാത്രങ്ങളോട് മലയാളത്തിൽ ഒരുപാട് കഥ അദ്ദേഹത്തിന് ആ സ്റ്റണ്ട് സീൻ അദ്ദേഹം ഡൂപ്പിനെ വെക്കത്തില്ലെന്ന് ഒരിക്കലും. കാരണം അത് മസ്റ്റായിരുന്നു. സാധാരണ അദ്ദേഹം പറയും ഡൂപ്പുകാർ മനുഷ്യല്ലേ, നമ്മളെ കണക്കിൽ അവരും വരുന്നത്. അപ്പം എനിക്ക് ചെയ്യാൻ കഴിയുന്ന എനിക്ക് ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ അതിസാഹസികതയാണ്. പാലാട്ട് കുഞ്ഞിക്കണ്ണനിലെല്ലാം നസീർ സാറ് പലപ്പോഴും പറയും, നസീർ സാറും ഷീലയും ജയൻ ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരായിരുന്നു. അവർ രണ്ടുപേരും അവരുടെ സിനിമകളിൽ ചാൻസ് പിടിച്ചു കൊടുക്കാമായിരുന്നു. തുറമുഖം എന്ന സിനിമ ഷീല ജേസിയുടെ ഒരു പടമായിരുന്നു. അപ്പം ഷീലയ്ക്ക് റോളുണ്ട് അതിനകത്ത്. അത് സുകുമാരൻ അമ്പിയാണ് മെയിൻ റോൾ ചെയ്യുന്നത്. ഷീല പറഞ്ഞ് ജയൻ എന്നൊരു നടൻ വന്നിട്ടുണ്ട്, ജയനെ നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. ജേസി പറഞ്ഞു ഷീല വെക്കാം, ജയനെ തന്നെ ഞാൻ തന്നെ കൊണ്ടുവന്ന് എനിക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പക്ഷെ സോമനെ ഒന്നും മാറ്റാൻ, സുകുമാരനെ ഒന്നും മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം അങ്ങനെ ഷീലയും നസീർ സാറും റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഉദയാട പടങ്ങളിലും ഒക്കെ ജയൻ മലയാളത്തിലെ മിക്ക ബാനറുകളിലും അഭിനയിച്ചോടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഷീല ഒരു പടം സംവിധാനം ചെയ്യാൻ ചെയ്തു, ശിഖരങ്ങൾ എന്നൊരു സിനിമ. അന്ന് വിജയമൂസിൻ്റെ ബാബു സേവ്യറാണ് ആ സിനിമ, ഷീലയും പാർട്ട്ണറാണ് ആ സിനിമയിൽ. അങ്ങനെ ഒരു പടം പിടിക്കുകയാണ്. അങ്ങനെ
ആ സിനിമ ശിഖരങ്ങൾ, ആ 80-ൽ 79-ലാന്ന് തോന്നുന്നു ശിഖരങ്ങൾ. ആ പടത്തിൽ നായകനായിരുന്നു. ഇതുവരെ അവതരിപ്പിക്കാത്ത വേറൊരു തരത്തിലുള്ള റോളാണ് ഷീല ജയനുണ്ട്. ജയൻ്റെ എല്ലാ മാനറിസങ്ങളും വെച്ചൊരു കഥാപാത്രം. അത് ആ സമയത്ത് റിലീസ് മറ്റ് സിനിമകളൊക്കെ ആറാട്ടും തുറമുഖമൊക്കെ അതിനോടൊപ്പം റിലീസ് ചെയ്ത ക്രിസ്മസ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം ശിഖരങ്ങളായിരുന്നു. മിസ്റ്റർ ഫെർണാണ്ടസ്, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലോ? എന്റെ വിഷമം നിങ്ങൾക്കറിയാമോ? മദ്രാസിലെവിടെ? സാവിത്രി ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് എവിടെയാണെന്നാ ദേവികമ്മ പറഞ്ഞത്. അതെ, എന്നെപ്പോലെ ആരോരുമില്ലാത്തവരെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. രമേശ്, സുരേന്ദ്രനോട് ഒരു കാര്യം പറയാനാണ് ഞാൻ ഓടി വന്നത്. ദേവി ഇതൊന്ന് കേൾക്കൂ. അപ്പം ഷീലയും ജയനും തമ്മിൽ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. അവർ പറഞ്ഞു നമുക്കിനി ഒരു പടം പിടിക്കാമെന്ന് പറഞ്ഞ് ബാബു സേവ്യറും ഷീലയും ജയനും കൂടി ചെന്ന് വിജയ ചിത്രം എന്നൊരു ബാനർ ഉണ്ടാക്കി. അതാണ്. പക്ഷേ അപ്പോൾ കോളക്കത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വെച്ചാണ് ക്ലൈമാക്സിൻ്റെ ഇടയിൽ പല്ലാവാരത്ത് വെച്ചൊരു ഷൂട്ടിംഗ് ജയൻ മരിച്ചു പോകുന്നത്. മരിച്ചിട്ടാണ് ഈ സിനിമയിൽ സ്ഫോടനം എന്ന പേര് വരുന്നത്. അന്ന് ജയനെ ഏൽപ്പിച്ചൊരു പൈസ മൊത്തം ഷീല കൊണ്ട് തിരികെ ഏൽപ്പിക്കുകയാണ്. അവരാ കർമ്മങ്ങൾക്ക് മൊത്തം ഷീല കൂടെ നിൽക്കുമായിരുന്നു ജയൻ്റെ ചടങ്ങിന്. അന്ന് ആ സിനിമ അപ്പം അങ്ങനെ മലയാള സിനിമയിലെ എല്ലാവരെയും കയ്യിലെടുക്കാനും എല്ലാവരും ഇഷ്ട കഥാപാത്രന്മാരും ജയന് കഴിഞ്ഞു. ജയൻ്റെ അന്ന് ലതയും MGRൻ്റെ നായകൻ ലത എന്ന നടിയായിട്ട് അദ്ദേഹത്തിന് പ്രേമബന്ധം ഉണ്ടെന്ന് പറയപ്പെടും. നമുക്ക് ശരിയൊക്കെ അറിഞ്ഞൂടാ. പക്ഷേ MGRൻ്റെ ആൾക്കാർ അദ്ദേഹത്തിനെ വിരട്ടിയെന്നൊക്കെ. പക്ഷേ ജയൻ അതിനൊന്നും വകവെച്ചില്ല. പക്ഷേ എന്നാലും ലതയും അദ്ദേഹത്തിൻ്റെ അന്ത്യചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു തെളിവാണ്. അങ്ങനെ മലയാള സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ കടന്നു വന്ന് നായക നിരയിലേക്ക് വരുന്ന കഥാപാത്രമായിരുന്നു അദ്ദേഹം. ഒരുപാട് കഥാപാത്രങ്ങൾ. മനുഷ്യമൃഗം എന്ന സിനിമയിൽ ഡബിൾ റോളായിരുന്നു. അതുപോലെ സർപ്പം, ബേബി എന്നൊരു ഡയറക്ടർ ജയനെ വെച്ചാണ് കൂടുതൽ പടങ്ങളിൽ ചെയ്തിരുന്നത്. അതേപോലെ വിജയനാണെങ്കിൽ പിന്നീട് ജയൻ ഒരുപാട് പടങ്ങളിൽ അവരുടെയൊക്കെ പടം വിജയിക്കണം ജയൻ വേണം. ഡിസ്ട്രിബ്യൂട്ടർമാർ ജയനുണ്ടോ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാന്ന് പറയുന്ന ഒരു കാലഘട്ടം വരെ എത്തി. ഹലോ, ശനിയാഴ്ചയാണെന്ന് പറയും. അമ്മ വിളിക്കുന്നു. ഞാനും തീർത്തിട്ട് വരാന്ന് പറയും. വരാനല്ലേ പറഞ്ഞത്? ഞാൻ വിചാരിച്ചതില്ല എന്തിനാ. ബോസ് പോലീസിന്റെ വലയിൽ അകപ്പെട്ടു പോകുമോന്ന് ഞാൻ പേടിച്ചു. ഞാൻ എപ്പോഴെങ്കിലും അകപ്പെടുന്നുവെങ്കിൽ അത് മരണത്തിന്റെ വലയിൽ മാത്രമായിരിക്കും. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ. ഹലോ, ഐ ആം KPC മേനോൻ, ഡയറക്ടർ ഓഫ് ദിസ് ഫിലിം. ഐ ആം ദേവരാജൻ നായർ. ഓ, മലയാളിയാണല്ലേ? ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന സീന്റെ ചുരുക്കം ഞാൻ പറയാം. ഓഹോ, ശൃംഗരിക്കാൻ വന്നിരിക്കുകയാണല്ലേ? മനുഷ്യൻ എവിടെങ്കിലും ഇറങ്ങി ഒന്നും ഇരിക്കാൻ സമ്മതിക്കരുത്. എന്തിനാണ് നിർത്തിയത്? പറയാൻ പറ. അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കും. അങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് PN സുന്ദരത്തിൻ്റെ കോളിളക്കത്തിൽ ഒരു ക്ലൈമാക്സ്. ബാലൻ കെ നായരും കയറിപ്പോയി ഫ്ലൈറ്റിൽ ജയൻ ഹെലികോപ്റ്റർ സ്കൂട്ടർ ബൈക്കിൽ സുകുമാരമായിട്ട് വരികയും ആ ബൈക്കിൽ നിന്നുകൊണ്ട് തൂങ്ങി മുകളിലോട്ട് കയറുന്ന സീനാണ്. അപ്പം ഈ ബാലൻ കെ നായർ ഇവൻ തള്ളിയിടാൻ നോക്കുന്ന സീനാണ്. പക്ഷേ അതിൻ്റെ ഷോട്ടൊക്കെ എടുത്ത് ക്ലൈമാക്സ് ഓക്കെ എന്ന് പറഞ്ഞു. ജയന് ഒരു അതിർത്തി ഒന്നും കൂടെ എടുക്കണം. പക്ഷേ ഇയാൾ പറഞ്ഞ് ഇനി എടുക്കേണ്ട, നമുക്ക് ആവശ്യം ഷോട്ട് കിട്ടിക്കഴിഞ്ഞു ഇല്ല ഒന്നും എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഉയരുകയും ഉയർന്നപ്പോഴത്തേക്ക് ജയൻ തൂങ്ങി പിടിച്ചപ്പോഴത്തേക്ക് ഒരു വശം കൊണ്ട് ഹെലികോപ്റ്റർ ചരിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ താഴ്വശം വന്ന് തലയിലിടിച്ചു. അപ്പോഴത്തേക്ക് ബൈക്ക് പോവുകയും ചെയ്ത് തൂങ്ങിക്കിടന്ന് തലയിടിച്ച് ഒരു കണ്ണ് പുറത്തേക്ക് തലച്ചോറ് മൊത്തം കലക്കി തറയിൽ വീണു. മധുസാറും KR വിജയ്ക്ക് അപ്പുറത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവരെല്ലാവരും ഓടി വന്ന് പെട്ടെന്ന് തന്നെ കാറ് വരികയും വിവരങ്ങൾ അറിയും ജനറൽ ഹോസ്പിറ്റലിൽ അപ്പോഴത്തേക്ക് മരിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ MGR ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കാത്ത വലിയൊരു വിലാപ യാത്രയായിട്ട് കൊല്ലത്ത് കൊണ്ടുവരികയും കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് കൊല്ലം SM കോളേജിലും ഫാത്തിമ കോളേജിലും ക്രിസ്തുരാജിലും പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന പള്ളിമുക്ക് തൊട്ട്
ടൗൺ ഹാൾ ചിന്നക്കടയ്ക്ക് അടുത്താണ്, റിസർവേ ക്യാമ്പ് എന്ന സ്ഥലത്തിനടുത്താണ് ടൗൺ ഹാൾ. ആ ടൗൺ ഹാളിൽ അവിടുത്തെ ചില്ലുകൾ മൊത്തം പൊട്ടിച്ചു കളഞ്ഞു ആ മൃതദേഹം ഒന്ന് കാണാൻ വേണ്ടി. മുളങ്കാട് ശ്മശാനത്തിൽ, അദ്ദേഹത്തിൻ്റെ വീട് തേവള്ളി ഓലയിലാണല്ലോ, ഓലയിലേക്ക് അടുത്താണ് മുളങ്കാട് ശ്മശാനം. അവിടെയാണ് അദ്ദേഹത്തിനെ അടക്കിയത്. ആ അടക്കിയ സ്ഥലം തെങ്ങിൻ്റെ മുകളിൽ, അന്നത്തെ അടുത്ത ദിവസം പത്രത്തിൽ വന്ന ഫോട്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തെങ്ങിൻ്റെ മുകളിൽ ആൾക്കാർ നോക്കുക, അത്ര ജനക്കൂട്ടം. അങ്ങനെ ആ വീട്ടിൽ അവിടെ അടക്കി സഞ്ചയന ദിവസം ഹിന്ദുക്കൾക്ക് അസ്ഥി കൊണ്ടൊഴുക്കും. അസ്ഥി എടുക്കാൻ ചെന്നപ്പോൾ അസ്ഥികളില്ല, എല്ലാ ആരാധകരും പറക്കിക്കൊണ്ട്. ഇത് മലയാള സിനിമയിലെ ആദ്യത്തെ സംഭവം. അങ്ങനെ ജനങ്ങളുടെ ഓമനപുത്രനായിരുന്നു, കൊല്ലത്തിൻ്റെ ഓമനപുത്രനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഒരു ജില്ലാ പഞ്ചായത്ത് ഒരു ഹാള് പണിതിട്ടുണ്ട്. നല്ലൊരു ഹാളാണ്, AC ഹാളാണ്, നല്ല കലാപരം അവതരിപ്പിക്കും. പിന്നെ ഒരു പ്രതിമ ജയൻ്റെ വീടിന് സ്ഥാനത്ത് ഒരു നല്ല പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടൊന്ന് സംബന്ധിച്ചാൽ, അദ്ദേഹം മീനിൻ്റെ ഷൂട്ടിങ്ങിന് IV ശശിയുടെ മീൻ കൊല്ലത്ത് വന്നിരുന്നത്. മീനിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ശക്തികുളങ്ങര സ്ഥലത്ത്, അത് ഞാൻ പോയി കണ്ടു. പിന്നെ തോപ്പിൽ ഫാസിയുടെ മോചനം എന്ന സിനിമ, അതിലും ജയന് നല്ല റോളായിരുന്നു. അതും അപ്പം ജയഭാരതി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചൂണ്ടി ഇതെൻ്റെ മുറപ്പെണ്ണ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ കളിയാക്കി പറയുമായിരുന്നു. അങ്ങനെ ആ മോചനത്തിൻ്റെയും മീനിൻ്റെയും ഷൂട്ടിങ്ങിന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എൻ്റെ വ്യക്തിയെ. അദ്ദേഹം ഞാനോട് അങ്ങനെ നമ്മൾ സിനിമ അതിന് അടുക്കാൻ പോയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിനെ ഞാൻ കൊല്ലം അത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആ ഓർമ്മകളൊക്കെ ഉണ്ട്. സിനിമകളും കണ്ടിട്ടുണ്ട് കൊല്ലത്തിൻ്റെ. പക്ഷെ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും കൊല്ലക്കാരനാണോ ജയൻ്റെ നാട്ടുകാരനൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ്. പക്ഷേ അദ്ദേഹം വിചാരിച്ചിരിക്കാതെ നമ്മൾ വിട്ടുപോയി. എത്രയെത്ര സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ, ഇന്ന് പാട്ട് സീനുകളിലാണെങ്കിലും എല്ലാം ലവിൻ സിംഗെ പോലെ പാട്ടുകളൊക്കെ ഇന്നും ഓർക്കുന്നുണ്ട്. അതുപോലെ കസ്തൂരി മാൻമിഴി എന്നുള്ള പാട്ട് എപ്പോഴും കിട്ടും. അതുപോലെ ജയനെ പിന്നെ ജയൻ്റെ അവസാന മനുഷ്യമൃഗത്തെ ആലപ്പി അഷ്റഫാണ് ഡബ് ചെയ്തത്. പക്ഷെ ആലപ്പി അഷ്റഫ് കുറച്ച് എക്സാഗ്രേറ്റ് സംഭാഷണമാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇപ്പം മിമിക്രിക്കാർ അവതരിപ്പിക്കുന്നത്. അത്രയും അങ്ങനെ നീട്ടൽ ഒരു ഇല്ലായിരുന്നു. പക്ഷെ മിമിക്രിക്കാർക്ക് ഒരു അതിശയോക്തി കളത്തിൽ പറയുന്നുണ്ടായിരിക്കും. അത്രത്തോളൊന്നും അതിശയോക്തി ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഒരു നാടകീയമായ ശൈലിയാണ്. പക്ഷെ മിമിക്രിക്കാർ ആലപ്പി അഷ്റഫ് ഈ മനുഷ്യമൃഗത്തിൽ ഡബ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, പിന്നെ അന്തപ്പുരം എന്ന സിനിമ ഞാൻ ആരാധനയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് പരസ്യം കാണിക്കുക സ്ലൈഡാണ്, ചെറിയ ഗ്ലാസ് തുണ്ടിനകത്ത് കറുത്ത വെച്ച് എഴുതി കാണിക്കും ജയൻ അന്തരിച്ചു എന്നും പറഞ്ഞുണ്ട്. ജനങ്ങൾ ഷോ തീർത്തുമ്പോൾ ഇറങ്ങി ഓടുവാണ്. ഒരു നവംബർ 16 ആയിരുന്നു, അന്ന് വൃശ്ചിക മാസം 1 തീയതി. അന്ന് റേഡിയോ ന്യൂസ് മാത്രം ദൂരദർശനൊന്നുമില്ല. അങ്ങനെ അടുത്ത ദിവസത്തെ പത്രത്തിലാണ് നമ്മൾ വാർത്ത അറിയുന്നതും കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നുള്ള വിവരങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ ആ 80-ലെ മരണത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇന്നും മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമ ഷൂട്ടിങ്ങുകളും സിനിമകളും എല്ലാം കണ്ടു. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയി മലയാളത്തിലെ ആ നടന് ഈ നവംബർ 16 എത്ര വർഷം തികയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും അകപ്പെടുന്നുവെങ്കിൽ അത് മരണത്തിന്റെ വലയിൽ മാത്രമായിരിക്കും. ശ്രീപദം വിടർന്ന സരസേരുഹത്തിൽ ജനനീ അടിയൻ തൂവുമീ ഹൃദയ